Hello everyone, welcome to Students Focus. നമ്മളുടെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പാസേജ് ആൻസർ ചെയ്യുന്നത് ഈസിയാണ്, നമുക്ക് 5 മാർക്സ് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എല്ലാവരും ഇത് തന്നെയാണല്ലോ പറയുന്നത്, എല്ലാവരും പറയുമ്പോൾ എല്ലാം ഈസിയാണ്, പക്ഷേ ചെയ്തു വരുമ്പോഴേ ഞങ്ങൾക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാവുള്ളൂ, അല്ലാതെ പറയാൻ ഈസിയാണ് എന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ആ ഡൗട്ട് മാറാൻ വേണ്ടി, അത് ബുദ്ധിമുട്ടാണ് പറയാനാണ് ഈസി എന്നുള്ള ആ ഒരു ടെൻഷനും ആ ഒരു ഫീലിങ്ങും മാറാനായിട്ട് നമ്മൾ ഇന്ന് 2 ക്വസ്റ്റ്യൻസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ 2 ക്വസ്റ്റ്യൻസ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എത്ര ഈസിയാണ് നിങ്ങൾക്ക് പാസേജ് അറ്റംപ്റ്റ് ചെയ്യാനും പാസേജിൽ മാർക്ക് സ്കോർ ചെയ്യാനും എന്ന്. പാസേജിൽ നമ്മൾ അറ്റംപ്റ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെ പോയിന്റ്സ് ആണ് ശ്രദ്ധിക്കേണ്ടതെന്ന് നമ്മൾ ഇതിനു മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു. നിങ്ങൾ അഥവാ വീഡിയോ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് കണ്ടു കഴിഞ്ഞിട്ട് ഇത് കാണുവാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ ഫസ്റ്റ് പാസേജിലേക്ക് കടക്കാം. ഫസ്റ്റ് പാസേജ് എന്തിനെ പറ്റിയാണ്? ജല്ലിക്കട്ടു, ദ ബുൾ ടേമിംഗ് സ്പോട്ട് ഓഫ് തമിഴ്നാടു, ബാൻ ബൈ ദ സുപ്രീം കോർട്ട് ഡ്യൂ ടു ക്രൂവൽറ്റി ടു ദ ആനിമൽസ്, ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് എ ഫോക്ക് സ്പോട്ട്. ജല്ലിക്കെട്ട് എന്ന് പറയുന്നത് തമിഴ്നാട്ടിലെ ഒരു സ്പോട്ടാണ്, അവരുടെ ഒരു കൾച്ചറിൻ്റെ ഭാഗം കൂടിയാണ് കുറച്ച് സ്ഥലത്ത് ആളുകൾക്ക്. അപ്പോൾ അതൊരു ഫോക്ക് സ്പോട്ടാണ്. അത് മാത്രമല്ല, അത് അവരവരുടെ ഒരു കൾച്ചറിൻ്റെ ഭാഗമായിട്ട് കൂടെ നടത്തുന്ന ഒരു സ്പോട്ടാണ്, അല്ലാതെ വെറുതെ ഒരു സ്പോട്ട് മാത്രമല്ല. അപ്പോൾ അത് സുപ്രീം കോർട്ട് ബാൻ ചെയ്തു. എന്തുകൊണ്ടാണ്? അത് ആനിമൽസിനെ നമ്മൾ ക്രൂവലായിട്ട് അതിനെ യൂസ് ചെയ്യുന്നു, ആനിമൽസിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് സുപ്രീം കോർട്ട് അത് ബാൻ ചെയ്തു. അപ്പോൾ നമ്മൾ ഈ പാരഗ്രാഫ് വായിക്കുമ്പോൾ നമുക്ക് ഈച്ച് ആൻഡ് എവറി വേർഡിൻ്റെ മീനിങ് മനസ്സിലായില്ലെങ്കിലും നമ്മൾ പാരഗ്രാഫ് മൊത്തത്തിൽ വായിച്ച് അല്ലെങ്കിൽ ആ പാസേജ് മൊത്തം വായിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് മനസ്സിലാവും അതെന്തിനെ പറ്റിയാണ് പറയുന്നത് എന്ന്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് ഈസി ആയിട്ട് ആൻസർ ചെയ്യാനായിട്ട് സാധിക്കും. ഇറ്റ് ഹാസ് സ്പോൺഡ് ആൻ എക്കോണമി ഓഫ് ഇറ്റ്സ് ഓൺ ഇൻ റൂറൽ പാർട്സ് ഓഫ് ദ സ്റ്റേറ്റ് ദാറ്റ് ഹാസ് ഫാർ റീച്ചിങ് ഇംപ്ലിക്കേഷൻസ്. ഇതൊരു റിലീജിയസ് സ്പോട്ടായിട്ട് അല്ലെങ്കിൽ ഒരു കൾച്ചറൽ സ്പോട്ടായിട്ട് മാത്രമല്ല ഇതിനെ കാണുന്നത്, അത് അവരുടെ ഒരു എക്കോണമിയുടെ ഒരു പാർട്ടും കൂടി ആവുന്നുണ്ട്. അതിന് കുറച്ച് ആ എക്കോണമിയിലേക്ക് കുറച്ച് കോൺട്രിബ്യൂഷൻ വരുന്നുണ്ട്, അല്ലെങ്കിൽ അവരുടെ ഒരു എക്കോണമിയുടെ ഒരു പാർട്ടും കൂടെ ആവുന്നുണ്ട്. ബുൾസ് ദാറ്റ് ആർ റിയേർഡ് ഫോർ ജല്ലിക്കട്ടു ആർ ആൻ അസറ്റ് ക്ലാസ് ഓഫ് സോർട്സ്. അതായത് നമ്മളുടെ ജല്ലിക്കെട്ടിന് വേണ്ടി വളർത്തിയെടുക്കുന്ന ബുൾസ് അത് അവരൊരു അസറ്റ് ആയിട്ടാണ് കാണുന്നത്. എന്തുകൊണ്ടാണ്? ഫോർ ഇൻസ്റ്റൻസ്, എ പുവർ ഫാമർ ബൈസ് എ ബുൾ കാഫ് ഫോർ ₹15,000. ഒരു ചെറിയ ബുള്ളിനെ വാങ്ങിക്കുന്നത് 15,000 rupees, ഒരു 15,000 രൂപയ്ക്കൊക്കെയാണ് ഒരു ബുള്ളിനെ വാങ്ങിക്കുന്നത്. ഹി റൈസസ് ഇറ്റ് ടു മേക്ക് ഇറ്റ് സ്ട്രോങ്. അതിനെ വളർത്തി വലുതാക്കുന്നു. ദ ഫീഡിങ് ആൻഡ് മെയിൻ്റനൻസ് ഓഫ് ദ ബുൾ കോസ്റ്റ് ഹിം നിയർലി 300 per day. അതായത് ഏകദേശം ഒരു ദിവസം 300 rupees ചിലവാക്കി അദ്ദേഹം അല്ലെങ്കിൽ ആ വാങ്ങിക്കുന്ന ഫാർമർ ആരാണോ അവർ ആ ജല്ലിക്കെട്ടിനുള്ള കാളെ വളർത്തി വലുതാക്കി എടുക്കുന്നു. ദ കാഫ് മെച്യൂവേഴ്സ് ആഫ്റ്റർ 1.5 years. ഒരു 1.5 വർഷം കഴിയുമ്പോൾ നമ്മുടെ ആ കാളക്കുട്ടി വലുതായി ജല്ലിക്കെട്ടിന് പോകാൻ തക്ക മെച്യൂർ ആവുന്നു. ഇനി ഇഫ് ദ ഫാർമർ മേക്സ് ഇറ്റ് പെർഫോം ഇൻ ജല്ലിക്കട്ടൂസ് ഹി ക്യാൻ വിൻ പ്രൈസസ് ഇഫ് ഇറ്റ് പെർഫോംസ് വെൽ. നമ്മളുടെ കാളക്കുട്ടി നന്നായിട്ട് പെർഫോം ചെയ്യുവാണെങ്കിൽ, ബുള്ള് നന്നായിട്ട് പെർഫോം ചെയ്യുവാണെങ്കിൽ അത് വളർത്തുന്ന ആൾക്ക്, ആ ഫാർമർക്ക് എന്താണ് ഗുണം? അതിന് പ്രൈസ് കിട്ടും. ആ കോമ്പറ്റീഷൻ അല്ലെങ്കിൽ ആ സ്പോട്ട് വിൻ ചെയ്യുന്നതിൻ്റെ പ്രൈസ് കിട്ടും. ദാറ്റ് ഓൾസോ റൈസസ് ദെയർ പ്രൈസ് ടു എ ഫ്യൂ ലാക്സ്. പ്രൈസ് കിട്ടുന്നത് കൂടാതെ തന്നെ ഈ കാളക്കുട്ടിയുടെ അല്ലെങ്കിൽ ഈ കാളയുടെ ആ മത്സരത്തിൽ ജയിച്ച ആ ബുള്ളിൻ്റെ റേറ്റ് വളരെയധികം കൂടുന്നു. ഗുഡ് ബുൾസ് പ്രൊവൈഡ് എ വെരി ഹൈ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്. അപ്പോൾ ഇവർക്ക് നല്ല റിട്ടേൺ കിട്ടുന്നു. കാരണം 15,000 രൂപയ്ക്ക് വാങ്ങിച്ചു, കുറച്ച് രൂപ മുടക്കി ഇവരതിനെ വളർത്തി വലുതാക്കുന്നു, അതിനാവശ്യമുള്ള ഫുഡൊക്കെ കൊടുക്കുന്നു. അത് കോമ്പറ്റീഷന് പോയിട്ട് നല്ല രീതിയിൽ പെർഫോം ചെയ്ത് ജയിക്കുവാണെങ്കിൽ അതിൻ്റെ ഓണർക്ക് പ്രൈസ് കിട്ടുന്നു. അതുകൂടാതെ തന്നെ ആ ഒരു കാളക്കാരനല്ലേ ജയിച്ചത്, അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ പ്രൈസ് വളരെയധികം കൂടുന്നു. ദ സുപ്രീം കോർട്ട്സ് ഡിസിഷൻ ടു ബാൻ ജല്ലിക്കെട്ടു വാസ് ബ്രോട്ട് ഡൗൺ പ്രൈസസ് ഓഫ് ദ സ്പോട്ട് ബുൾസ്. കാരണം നേരത്തെ അവർ 15,000 രൂപയ്ക്ക് വാങ്ങിച്ചിട്ട് ഈ കോമ്പറ്റീഷൻ ജയിക്കുവാണെങ്കിൽ അല്ലെങ്കിൽ കോമ്പറ്റീഷൻ നന്നായിട്ട് പെർഫോം ചെയ്യുന്ന കാളകളെ ലക്ഷക്കണക്കിന് രൂപയ്ക്കാണ് വിട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ തന്നെ നിങ്ങൾ നോക്കുക അവർക്ക് എത്ര ഇൻകം വരുന്നുണ്ട് അല്ലെങ്കിൽ അവർക്ക് എത്ര റിട്ടേൺ വരുന്നുണ്ടെന്ന്. പക്ഷേ സുപ്രീം കോർട്ട് ബാൻ ചെയ്തപ്പോൾ, ജല്ലിക്കെട്ട് ബാൻ ചെയ്തപ്പോൾ എന്ത് പറ്റി? അങ്ങനെയുള്ള ആ ജല്ലിക്കെട്ടിന് യൂസ് ചെയ്യുന്ന ടൈപ്പ് കാളകളുടെ പ്രൈസ് നേരെ താഴത്തേക്ക് പോയി. ഫ്രം ₹2 lakh to ₹3 lakh they began selling at mere 5,000.
അതായത് 2 lakhs 3 lakhs rupees പ്രൈസ് ഉണ്ടായിരുന്നതിന് വെറും 5000 രൂപയ്ക്കായിട്ട് അത്രയും പ്രൈസ് കുറഞ്ഞു. കാരണം എന്താ, അത് ജല്ലിക്കെട്ടിന് വേണ്ടി വളർത്തിക്കൊണ്ടുവന്നാണ്. അപ്പോൾ ജല്ലിക്കെട്ട് നടത്താൻ പറ്റില്ല, സുപ്രീം കോടതി ബാൻ ചെയ്തു. അപ്പോൾ അതിൻ്റെ വില വളരെ താഴെ പോയി, 5000 rupees ആയി. അപ്പാർട്ട് ഫ്രം ദ കൾച്ചറൽ ആംഗിൾ ദർ ഇസ് എ സ്മോൾ എക്കോണമി ഇൻവോൾവ്. നമ്മൾ പറഞ്ഞു ഇതൊരു കൾച്ചറൽ സ്പോർട്ട് കൂടിയാണെന്ന് പറഞ്ഞു തമിഴ്നാട്ടിലെ. ഈ കൾച്ചറൽ ആംഗിൾ കൂടാതെ തന്നെ ഇതിൽ ഒത്തിരി ആളുകളുടെ എഫേർട്ട് ഇൻവോൾവ് ആകുന്നുണ്ട്. അതായത് ഒത്തിരി ആളുകളുടെ ജീവിതമാർഗം കൂടി ഈ സ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. റിയറിംഗ് ഓഫ് സ്പോർട്ട് ബുൾസ് നോട്ട് ഓൺലി ഗീവ് എ സ്മോൾ ഫാർമേഴ്സ് ആൻഡ് ദ റൂറൽ പുവർ എ ചാൻസ് ടു മേക്ക് എ ലോ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ എ കാഫ് ആൻഡ് ഗെറ്റ് എ ബിഗ് റിട്ടേൺ ഇഫ് ഇറ്റ് പെർഫോംസ് വെൽ ഇൻ ജല്ലിക്കെട്ട്. റിയറിംഗ് എ ജല്ലിക്കെട്ട് ബുൾ ഓൾസോ സപ്പോർട്ട്സ് എ റേഞ്ച് ഓഫ് റൂറൽ പുവർ. അതായത് ജല്ലിക്കെട്ടിൽ അതിൻ്റെ ഓണർ നമ്മൾ പറഞ്ഞു ഏതെങ്കിലും ഒരു ഫാർമർ 15,000 rupees വാങ്ങിക്കുന്നു, ലക്ഷക്കണക്കിന് രൂപ 2 ലക്ഷത്തിനോ 3 ലക്ഷത്തിനോ ഒക്കെ സെല്ല് ചെയ്യുന്നു. അപ്പോൾ ആ ഒരു ഇൻകം മാത്രമല്ല, അത് ആ ഒരു ഫാർമറെ മാത്രം ഇത് ഹെൽപ്പ് ചെയ്യുന്നു, ആ ഒരു ഫാർമർക്ക് മാത്രം റിട്ടേൺ പ്രൊവൈഡ് ചെയ്യുന്നു എന്നല്ല, വേറെ കുറേ ആളുകളും കൂടെ ഇതിനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നുണ്ട്. ഇതിനെ ഡിപ്പെൻഡ് ചെയ്ത് അവരുടെ വരുമാന മാർഗം കണ്ടെത്തുന്നുണ്ട്. കാരണം കുറച്ച് പൈസയെങ്കിലും കയ്യിലുള്ളവർക്കല്ലേ അത്രയും രൂപ കൊടുത്തിട്ട് ഇതിനെ വാങ്ങിച്ച് അതിനെ വളർത്തി വലുതാക്കാനൊക്കെ അത്രയും എമൗണ്ട് കയ്യിൽ, അതായത് സ്മോൾ ഫാർമേഴ്സ് ആണെങ്കിൽ കൂടെ അതിന് സ്പെൻഡ് ചെയ്യാനുള്ള എമൗണ്ട് അവരുടെ കയ്യിൽ വേണം. അപ്പോൾ അത്ര പോലും ഇൻകം ഇല്ലാത്ത അല്ലെങ്കിൽ അത്ര പോലും എമൗണ്ട് ഇല്ലാത്ത ആളുകളും ഉണ്ടാവുമല്ലോ, തീരെ പാവപ്പെട്ടവർ. അപ്പോൾ അങ്ങനെയുള്ളവരും ഇതിനെ സപ്പോർട്ട് ചെയ്ത് ജീവിക്കുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് ഇതിൻ്റെ പരിപാലനത്തിനും അല്ലെങ്കിൽ ഇതിൻ്റെ ഈ സ്പോർട്ടിനെ സപ്പോർട്ട് ചെയ്ത് അവരെങ്ങനെയാണ് ജീവിക്കുന്നതെന്ന് വെച്ചാൽ, ആക്സസറീസ് ഫോർ ദ ബുൾ. അതായത് ഇവർ ചെയ്യുന്നത് ഈ കാളക്കുട്ടി അല്ലെങ്കിൽ ഈ കാളയെ ജല്ലിക്കെട്ടിന് പങ്കെടുപ്പിക്കാനായിട്ട് കൊണ്ടുപോകുമ്പോൾ അതിനെ കുറേ ഡെക്കറേറ്റ് ചെയ്യും. കാരണം എന്താ, അത് അതിൻ്റെ ഓണറുടെ ഒരു അഭിമാന പ്രശ്നമാണ്. അത് ജയിക്കുവാണെങ്കിൽ നല്ല റിവാർഡ് കിട്ടുന്നതാണ്, നല്ല റിട്ടേൺ കിട്ടുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെ ആക്സസറീസ് ചെയ്ത് ഡെക്കറേറ്റ് ചെയ്ത് നല്ല ഭംഗിയായിട്ടാണ് ഇവർ ആ കോമ്പറ്റീഷന് പ്രസൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനെ വാങ്ങിക്കാനോ ഇതിനെ വളർത്തി വലുതാക്കാനോ പൈസ ഇല്ലാത്തവരെന്ത് ചെയ്യും, അവർ അതിൻ്റെ ഈ ആക്സസറീസ് ഉണ്ടാക്കുന്ന രീതിയിലുള്ള ചെറിയ ചെറിയ ജോലികൾ ചെയ്യും. അപ്പോൾ ആക്സസറീസ് ഉണ്ടാക്കിയിട്ട് അവരത് വിൽക്കുന്നു. അപ്പോൾ അതിൽ നിന്ന് അവർക്കൊരു വരുമാനം അല്ലെങ്കിൽ ഒരു ഇൻകം ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. സിൻസ് എ ജല്ലിക്കെട്ട് ബുൾ ഈസ് എ മാറ്റർ ഓഫ് പ്രൈഡ് ഫോർ ദ ഓണർ ആൻഡ് എ പൊട്ടൻഷ്യൽ മീൻസ് ഓഫ് ഹൈ റിട്ടേൺ, it is decorated with various accessories made by rural artisans. അതായത് നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ തന്നെ അതിനെ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ആ മത്സരത്തിന് കൊണ്ടുപോകുമ്പോൾ നല്ല രീതിയിൽ ഡെക്കറേറ്റ് ചെയ്ത് മോഡിഫൈ ചെയ്തിട്ടാണ് അതിനെ കൊണ്ടുപോകുന്നത്. ആ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി പല ആക്സസറീസും യൂസ് ചെയ്യുന്നുണ്ട്. അത് അവിടെയുള്ള റൂറലായിട്ടുള്ള സാധാരണ ചെറിയ ചെറിയ ആളുകൾ അത് ഉണ്ടാക്കി കൊടുക്കുന്നു. അത് ഇവർ അതിൻ്റെ ഓണേഴ്സ് വാങ്ങിച്ച് യൂസ് ചെയ്യുന്നു. റിച്ച് ഓണേഴ്സ് ഓഫ് ജല്ലിക്കെട്ട് ബുൾ എംപ്ലോയ് എ നമ്പർ ഓഫ് പുവർ വർക്കേഴ്സ് ഫോർ ദ അപ്കീപ്പ് ഓഫ് ദ ബുൾ. നല്ല ക്യാഷ് ഉള്ളവരാണ് ജല്ലിക്കെട്ടിന് വേണ്ടി കാളയെ വളർത്തുന്നതെങ്കിൽ അവരെന്ത് ചെയ്യും, ഇതിൻ്റെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടി വേറെ ജോലിക്കാരെ വയ്ക്കും. അപ്പോൾ അങ്ങനെയും ആളുകൾക്ക് ഇൻകം കിട്ടുന്നു. ഇപ്പോൾ ഒരു 2 ജോലിക്കാരുണ്ടെങ്കിൽ ആ 2 ജോലിക്കാർക്ക് ഇൻകമായി, വരുമാന മാർഗമായി. അങ്ങനെ പല ആൾക്കാർ ചെയ്യുമ്പോൾ അത്രയ്ക്ക് ആളുകൾക്ക് ഇൻകം കിട്ടുവാണ്. ഓൾസോ എ ലോട്ട് ഓഫ് മണി ഈസ് സ്പെൻഡ് ഓൺ എ ജല്ലിക്കെട്ട് ഈവൻറ്റ്. ജല്ലിക്കെട്ട് ഈവൻറ്റ് നടത്താൻ, അതായത് ജല്ലിക്കെട്ട് എന്ന് പറഞ്ഞാൽ സ്പോർട്ട് നടത്താൻ വേണ്ടിയിട്ട് നല്ലൊരു എമൗണ്ട് ചിലവാകുന്നുണ്ട്. ഇപ്പോൾ ഏകദേശം ഇത്രയും വായിച്ചപ്പോൾ തന്നെ, അല്ലെങ്കിൽ ഇത്രയല്ല, ആദ്യത്തെ ഒരു പാരഗ്രാഫ് വായിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നമ്മൾ ഈ പാസേജിൽ എന്തിനെ പറ്റിയാണ് പറയുന്നതെന്ന്. അപ്പോൾ ഇതുപോലെ തന്നെ പാസേജ് വായിക്കുമ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് വായിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് അതിന് എല്ലാ ലൈനും എല്ലാ വേർഡിൻ്റെ മീനിങ് കിട്ടിയില്ലെങ്കിലും നിങ്ങൾക്ക് ടോട്ടലി അതിനൊരു പിക്ചർ കിട്ടും, എന്ത് കാര്യത്തിനെ പറ്റിയാണ് ഈ പാസേജ് പറയുന്നതെന്ന്. അപ്പം നമ്മൾ പറഞ്ഞു ജല്ലിക്കെട്ട് ഈവൻറ്റിന് വേണ്ടി നല്ല എമൗണ്ട് സ്പെൻഡ് ആവുന്നുണ്ട്. ഇറ്റ് റേഞ്ചസ് ഫ്രം ₹50,000 to 20 lakhs. അതായത് ഏകദേശം 50,000 rupees തൊട്ട് 20 lakhs എമൗണ്ട് വരെ. അപ്പോൾ നിങ്ങൾ നോക്കുക, 50,000 സ്റ്റാർട്ടിങ് എമൗണ്ട് ആണ്, അതായത് തീരെ കുറവ്. അപ്പോൾ അത് കൂടുതലും ലാക്സിലോട്ടാണ് വരുന്നത്. അപ്പോൾ 50,000-ലൊന്നും എമൗണ്ട് എന്തായാലും നിൽക്കില്ല, ലക്ഷക്കണക്കിന് രൂപയാണ് അതിന് ചിലവാകുന്ന എമൗണ്ട്. ഡസൻസ് ഓഫ് ജല്ലിക്കെട്ടൂസ് വെർ ഓർഗനൈസ്ഡ് ബിഫോർ ദ ലീഗൽ ഇൻ്റർവെൻഷൻ ബൈ പേട്ട. പേട്ട എന്ന് പറയുന്നത് നമ്മുടെ രജനീകാന്തിൻ്റെ പേട്ടയല്ല, പീപ്പിൾ ഫോർ ദ എത്തിക്കൽ ട്രീറ്റ്മെൻറ്റ് ഓഫ് ആനിമൽസ്, അതാണ് പേട്ട. അവരാണ് സുപ്രീം കോടതിയിൽ ഹർജി ഫയൽ ചെയ്തത്. ഇങ്ങനെ ഇതിൽ ഈ ജല്ലിക്കെട്ടിലെ ആനിമൽസിനെ ദ്രോഹിക്കുന്നു, അപ്പോൾ ആനിമൽസിന് അത് ബുദ്ധിമുട്ടാണ്, ആനിമൽസിനെ ക്രൂവലായിട്ട് അവർ ട്രീറ്റ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ് ഫയൽ ചെയ്തത് പേട്ടയാണ്. അത് നമ്മുടെ വേൾഡിൽ തന്നെ ആനിമൽ പ്രൊട്ടക്ഷന് വേണ്ടി നിലകൊള്ളുന്ന ഒരു നല്ല ഓർഗനൈസേഷനാണ് പേട്ട. അപ്പോൾ അവർ ഇത് ഫയൽ ചെയ്തു.
ഫയൽ ചെയ്തപ്പോൾ സുപ്രീം കോർട്ട് എന്താ ജല്ലിക്കെട്ട് ബാൻ ചെയ്തുകൊണ്ട് ഓർഡർ ഇട്ടു. ജല്ലിക്കെട്ടൂസ് are big events that draw people in thousands. They generate a lot of consumption around them, which is significant for the rural poor. അപ്പോൾ നമ്മുടെ ജല്ലിക്കെട്ട് ശരിക്കും അതിൻ്റെ ഓണർ ഇപ്പോൾ ജല്ലിക്കെട്ട് സ്റ്റോപ്പ് ചെയ്തുകൊണ്ട് അതിൻ്റെ ഓണർക്ക് മാത്രമല്ല നഷ്ടം ഉണ്ടായത്. ഓണർക്ക് നഷ്ടം ഉണ്ടായി കാരണം 2 ലക്ഷം 3 ലക്ഷം രൂപയൊക്കെയുള്ള ബുള്ളിന് ഇപ്പോൾ എത്രയായി? 5000 രൂപ വിലയായി. അത് മാത്രമല്ല അതിനെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന ഒത്തിരി ആളുകളുണ്ട്. അതിന് ആക്സസറീസ് ഉണ്ടാക്കുന്നവർ, അതിനെ പരിപാലിക്കാൻ വേണ്ടി കാശുള്ളവർ, ജോലിക്ക് വയ്ക്കുന്ന ജോലിക്കാർ, അങ്ങനെയുള്ളവർ എല്ലാവരുടെയും ലൈഫ് അത് അഫക്റ്റ് ചെയ്തു. ഇപ്പം നമ്മൾ വായിച്ചപ്പോൾ നമ്മൾക്ക് ഈ പാരഗ്രാഫിൻ്റെ മീനിങ് എന്താണ് എന്ന് മനസ്സിലായി. ഇനി നമുക്ക് ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്ത് നോക്കാം, നമുക്ക് പറ്റുന്നുണ്ടോ എന്ന്. ഫസ്റ്റ് വൺ, വൈ ഹാസ് ദ പ്രൈസ് ഓഫ് ദ സ്പോർട്സ് ബുൾ റെഡ്യൂസ്ഡ്? നമ്മുടെ സ്പോർട്സ് ബുള്ളിൻ്റെ, അതായത് ജല്ലിക്കെട്ടിന് യൂസ് ചെയ്യുന്ന കാളയുടെ പ്രൈസ് റെഡ്യൂസ് ചെയ്യാനായിട്ടുള്ള കാരണം എന്താണ്? ബുൾസ് ആർ നോട്ട് ബീയിങ് ഫെഡ് പ്രോപ്പർലി. അതാണോ? കൃത്യമായിട്ട് ഫുഡ് കൊടുക്കാത്തതുകൊണ്ടാണോ? അല്ല. ഫാർമേഴ്സ് ഹാവ് ബിക്കം പുവർ ആൻഡ് ഹെൻസ് ഡു നോട്ട് കെയർ ഫോർ ദെയർ ബുൾസ്. ഫാർമേഴ്സ് പാവപ്പെട്ടവരായതുകൊണ്ട് അവർക്ക് അതിന് കെയർ ചെയ്യാനുള്ള ക്യാഷ് ഇല്ല, അതുകൊണ്ടാണോ അതിൻ്റെ വില കുറഞ്ഞത്? അല്ല. പീപ്പിൾ ആർ ബൈയിങ് കൗസ് മോർ ദാൻ ബുൾസ്. നമ്മുടെ പാരഗ്രാഫിൽ അങ്ങനെ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ആളുകൾ കൗവിനെയാണ് കൂടുതൽ വാങ്ങിക്കുന്നത് അതുകൊണ്ടാണ് ബുള്ളിൻ്റെ വില കുറഞ്ഞതെന്ന്? ഇല്ല. നമ്മളുടെ പാസേജിൽ പറഞ്ഞ എന്താണ്? സുപ്രീം കോർട്ട് ബാൻ ഓൺ ജല്ലിക്കെട്ട്. സുപ്രീം കോർട്ട് ജല്ലിക്കെട്ട് ബാൻ ചെയ്തു, അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ വില കുറഞ്ഞു. നമുക്ക് ഈസി ആയിട്ട് ആൻസർ കിട്ടിയില്ലേ? നമ്മൾ പാരഗ്രാഫ് എന്താണെന്ന്, അല്ലെങ്കിൽ ആ പാസേജ് എന്താണെന്ന് വായിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഏകദേശം ഒരു 2 പ്രാവശ്യം ആ പാസേജ് വായിച്ച് കഴിയുമ്പോൾ നമുക്ക് അതിനെപ്പറ്റി ഏകദേശം ഒരു ഐഡിയ കിട്ടും. അപ്പോൾ തന്നെ നമുക്ക് ഒരുമാതിരി ക്വസ്റ്റ്യൻസ് ഒക്കെ ആൻസർ ചെയ്യാനായിട്ട് സാധിക്കും. ഈ 5 മാർക്ക് നിങ്ങൾക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് എമൗണ്ട് അപ്രോക്സിമേറ്റ്ലി ഈ സ്പെൻഡ് ഓൺ ജല്ലിക്കെട്ട് ഇവൻറ്റ്? ജല്ലിക്കെട്ടിന് വേണ്ടി എത്ര എമൗണ്ട് ആണ് സ്പെൻഡ് ചെയ്യുന്നതെന്ന്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ചിലപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാകും, കാരണം നമ്മളതിൽ പറഞ്ഞേക്കുന്ന 50,000 to 20 lakhs എന്നാണ്. അപ്പോൾ അതിൽ തൗസൻഡ്സും വരുന്നുണ്ടല്ലോ. അപ്പോൾ അത് കണ്ട് നിങ്ങൾ ആദ്യത്തെ ഈ 1000 കൊണ്ട് ടിക്ക് ചെയ്യരുത്. ഇതല്ല ആൻസർ, ലാക്സ് ആണ് ആൻസർ. കാരണം 50,000 to 20 lakhs ആണ്. 50,000 ബിഗിനിങ് ആണ്, അത് വളരെ ചെറിയ എമൗണ്ട് ആണ്. 50,000 ഒന്നും പോരാ സ്പെൻഡ് ചെയ്യാൻ. അപ്പോൾ നിങ്ങൾ ആ റേഞ്ച് വെച്ച് തന്നെ നോക്കിയാലും 50,000 തുടങ്ങിയിട്ട് കൂടുതൽ എമൗണ്ട് സ്പെൻഡ് ആവുന്നത് എങ്ങോട്ടാണ്? ലാക്സിലോട്ടാണ് കൂടുതൽ എമൗണ്ട് വരുന്നത്. 1 lakh to 20 lakhs വരെ വരുന്നുണ്ട്. 1 lakhൽ താഴെ ആകെ ഒരു 50,000 മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ നമ്മളുടെ ആൻസർ ഡി ആണ്, ലാക്സ് ആണ്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ നിങ്ങളെ കൺഫ്യൂസ് ചെയ്യിക്കാനായിട്ട് ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് വരും. അതുപോലെ നിങ്ങൾ നോക്കിയാൽ 1ൻ്റെയും 2ൻ്റെയും ആൻസർ വരുന്നത് ഡി ആണ്. അപ്പോൾ ചില സ്റ്റുഡൻസിന് അത് കൺഫ്യൂഷൻ ആവും, 2ഉം ഡി ആണല്ലോ, അപ്പോൾ അങ്ങനെ വരുമോ, അപ്പോൾ ഇതങ്ങനെ എല്ലായിരിക്കും എന്നൊക്കെ നിങ്ങൾ ഓർത്ത് മാറ്റി ടിക്ക് ചെയ്യരുത്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരുവാണെങ്കിൽ നിങ്ങൾ ആ പാസേജോ അല്ലെങ്കിൽ ആ പാസേജിൽ ആ മാറ്റർ വരുന്നത് എവിടെയാണോ അത് ഒന്നും കൂടെ വായിച്ച് നോക്കുക, എന്നിട്ട് ആൻസർ ചെയ്യുക. കാരണം നിങ്ങളെ മാക്സിമം കൺഫ്യൂസ് ചെയ്യിക്കാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് നോക്കും. അവർ ക്വസ്റ്റ്യനിൽ ആൻസറിലോ അല്ലെങ്കിൽ അതിൻ്റെ ഓപ്ഷൻസിലോ അതുപോലെ കൊടുത്തിട്ടുണ്ടാവും. ഇനി തേർഡ് വൺ, ഹൗ ഡു ഗുഡ് ബുൾസ് ഓഫർ എ ഹൈ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്? നല്ല ബുൾസ് എങ്ങനെയാണ് അതിൻ്റെ ഓണർക്ക് നല്ല റിട്ടേൺ കൊടുക്കുന്നത്, അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റിന് നല്ല റിട്ടേൺ കൊടുക്കുന്നത് എങ്ങനെയാണ്? ബുൾ ബിക്കം സ്ട്രോങ്ങർ ഓൺ ബിക്കമിങ് എ സ്പോർട്സ് ബുൾ. സ്പോർട്സ് ബുൾ ആകുമ്പോൾ സ്ട്രോങ് ആവും, അങ്ങനെയാണോ റിട്ടേൺ കൊടുക്കുന്നത്? ദ പ്രൈസ് ഓഫ് എ ബുൾ ഇൻക്രീസസ് ആഫ്റ്റർ ഇറ്റ്സ് വിൻ. ഇത് നമ്മൾ പാസേജിൽ പഠിച്ചതാണ്. ആ കോമ്പറ്റീഷൻ ജയിച്ചു കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ബുള്ളിൻ്റെ റേറ്റ് വളരെ അധികം കൂടുന്നു, 2 ലക്ഷമോ 3 ലക്ഷമൊക്കെ ആയിട്ട് കൂടുന്നു. അപ്പോൾ അങ്ങനെ അതിൻ്റെ ഓണർക്ക് നല്ല റിട്ടേൺ പ്രൊവൈഡ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾക്കതിൻ്റെ ആൻസർ കിട്ടി. ഇനി ഫോർത്ത് വൺ, വൈ ഡസ് ജല്ലിക്കെട്ട് ബുൾ റിയറിംഗ് എഫക്ട് പീപ്പിൾ അതർ ദാൻ ദ ഓണർ? ഓണറെ അല്ലാതെ മറ്റുള്ളവരെ ജല്ലിക്കെട്ട് റിയറിങ്ങിൻ്റെ കാര്യം അത് അഫക്റ്റ് ചെയ്യാൻ എന്താണ് കാരണം, എങ്ങനെയാണ് അല്ലെങ്കിൽ അഫക്റ്റ് ചെയ്തത്? ഇറ്റ് ഓഫേഴ്സ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മണി. അതുകൊണ്ടാണോ മണി ഡിസ്ട്രിബ്യൂട്ട് ആയി പോകുന്നു? അതല്ല. ഇറ്റ് ഇൻവോൾവ്സ് പീപ്പിൾ ഹൂ മേക്ക് ആക്സസറീസ് ആൻഡ് ഹെൽപ്പ് ഇൻ റിയറിംഗ് ഓഫ് ദ ബുൾ. കാരണം അതിൽ ഓണറുടെ മാത്രമല്ല ഒത്തിരി ആളുകളുണ്ട് അതിനെ പരിപാലിക്കുന്നുണ്ട്, അതിന് ആക്സസറീസ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ ലൈഫിനെ സുപ്രീം കോടതിൻ്റെ ഡിസിഷൻ അഫക്റ്റ് ചെയ്തു. അപ്പോൾ നമ്മളുടെ ആൻസർ എന്താണ്? ബി ആണ് നമ്മളുടെ ആൻസർ. ഇറ്റ് ഇൻവോൾവ്സ് പീപ്പിൾ ഹൂ മേക്ക് ആക്സസറീസ് ആൻഡ് ഹെൽപ്പ് ഇൻ റിയറിംഗ് ഓഫ് ദ ബുൾ. സി എന്താണ്? ഓൾ വില്ലേജേഴ്സ് ഓൺ 1 ബുൾ. അതുകൊണ്ടാണോ എല്ലാവർക്കും ഓരോരോ ബുള്ള് വന്നതുകൊണ്ടാണോ പ്രശ്നം? അല്ല. പിന്നെ ഓണർ ഹാസ് ടു പേ ഓഫ് ഹിസ് ഡെറ്റ്സ്, അതുമല്ല. നമ്മൾക്ക് അതിൻ്റെ ഓപ്ഷൻ ഈസി ആയിട്ട് കിട്ടി. ഇനി നമുക്ക് ഫിഫ്ത്ത് വൺ നോക്കാം. വൈ വാസ് ദ ഫോക്സ് സ്പോട്ട് ജല്ലിക്കെട്ട് ബാൻഡ് ബൈ ദ സുപ്രീം കോർട്ട്? സുപ്രീം കോർട്ട് എന്തിനാണ് ജല്ലിക്കെട്ട് ബാൻ ചെയ്തത്?
നോട്ട് മെനി പീപ്പിൾ വെർ ഇൻട്രസ്റ്റഡ് ഇൻ ഇറ്റ്. അധികം ആർക്കും അതിൽ ഇൻട്രസ്റ്റഡ് ഇല്ല, അതാണോ? അല്ല. ദ ബുൾസ് വെർ നോട്ട് പ്രോപ്പർലി ഫെഡ് ടു പ്ലേ ദ സ്പോർട്ട്. സ്പോർട്സിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ സ്പോർട്സിന് മുമ്പ് അതിന് കൃത്യമായിട്ട് നല്ല രീതിയിൽ ഫുഡ് കൊടുക്കുന്നില്ലായിരുന്നു. അങ്ങനെ നമ്മൾ എവിടെയെങ്കിലും വായിച്ചോ? ഇല്ല. അപ്പോൾ അതുമല്ല ആൻസർ. ഇറ്റ് കോസ്റ്റ് ക്രുവൽറ്റി ടു ആനിമൽസ്. എന്തുകൊണ്ടാണ്? അത് ആനിമൽസിന് ക്രുവൽറ്റിയാണ്, ആനിമൽസിനെ ക്രുവലായിട്ട് അതിൽ ചെയ്യിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ PETA PETA പീപ്പിൾ ഫോർ ദ എത്തിക്കൽ ട്രീറ്റ്മെൻറ്റ് ഓഫ് ആനിമൽസ് സുപ്രീം കോടതിയിൽ കംപ്ലയിൻറ്റ് കൊടുത്ത് ഹർജി ഫയൽ ചെയ്തു. അതിൻ്റെ ഓർഡറായിട്ടാണ് നമ്മുടെ ജല്ലിക്കെട്ട് ബാൻ ചെയ്തുകൊണ്ട് സുപ്രീം കോടതിൻ്റെ ഓർഡർ വന്നത്. ഇപ്പോൾ നമുക്ക് 5 ക്വസ്റ്റിൻ്റെയും ആൻസർ വളരെ ഈസി ആയിട്ട് കിട്ടിയില്ലേ? ഇത്രേ ഉള്ളൂ, ഇത്രയും സിമ്പിളാണ്. അപ്പോൾ നിങ്ങളത് ഓർത്ത് ഒന്നും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ചില പാസേജിലാണെങ്കിൽ ആദ്യത്തെ ഒരു പാരഗ്രാഫ് വായിക്കുമ്പോൾ കടിച്ചാൽ പൊട്ടാത്ത പോലെ തോന്നും, അവർ കുറച്ച് ടഫ് വേർഡ്സ് ഒക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും. പക്ഷേ സിമ്പിളാണ്. നിങ്ങളത് ഒരു 2 പ്രാവശ്യം വായിച്ചാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. 2 പ്രാവശ്യം വായിച്ച് നോക്കുക, എന്നിട്ട് ക്വസ്റ്റ്യൻസ് നോക്കുക. 2 പ്രാവശ്യം വായിക്കുമ്പോൾ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നുന്ന പോയിൻറ്റ്സ് മാർക്ക് ചെയ്യുക. ചിലപ്പോൾ പിന്നെ നിങ്ങൾക്ക് പിന്നെന്ന് വെച്ചാൽ അത് ഇമ്പോർട്ടൻ്റ് അല്ലായിരിക്കാം, പക്ഷേ നിങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് എന്താണോ തോന്നുന്നത് അത് നിങ്ങൾ മാർക്ക് ചെയ്യുക. മാർക്ക് ചെയ്തിട്ട് പിന്നെ ക്വസ്റ്റ്യൻസ് വായിക്കുക. ക്വസ്റ്റ്യൻസ് വായിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. ഏതെങ്കിലും പോയിന്റ് ക്വസ്റ്റ്യൻ്റെ ഏതെങ്കിലും ഓപ്ഷൻ നിങ്ങൾക്ക് ഡൗട്ട് തോന്നുവാണ്, ഇപ്പോൾ 2 ഓപ്ഷൻ ശരിയല്ലേ അല്ലെങ്കിൽ 3 ഓപ്ഷനും കറക്റ്റ് അല്ലേ, അങ്ങനെ എന്തെങ്കിലും തോന്നുവാണെങ്കിൽ നിങ്ങൾ ആ ഭാഗം ഒന്നുകൂടി വായിച്ചു നോക്കുക, അല്ലെങ്കിൽ ഫുൾ പാസേജ് ഒന്നുകൂടി വായിച്ചു നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ആ ഡൗട്ട് ക്ലിയറായി കിട്ടും. ഇനി നമുക്ക് ഒരു പാസേജും കൂടെ ചെയ്തു നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ പാസേജ് ചെയ്യാൻ നന്നായിട്ട് പഠിക്കും, നമ്മുടെ 5 മാർക്സ് നമുക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാനും പറ്റും. നമ്മുടെ രണ്ടാമത്തെ പാസേജ്, സം പോളാർ ബിയേഴ്സ് ഇൻ ദ ആർട്ടിക് ആർ ഷെഡിങ് വെയ്റ്റ് ഡ്യൂറിങ് ദ ടൈം ദേ ഷുഡ് ബി ബീഫിങ് അപ്പ് എ സ്റ്റഡി ഷോസ്. അതായത് നമ്മുടെ പോളാർ ബിയർ, ഹിമക്കരടി എന്നൊക്കെ പറയില്ലേ, മഞ്ഞുള്ള സ്ഥലത്ത് ഉള്ള കരടികൾ. ഞാനിത് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഇംഗ്ലീഷ് മീഡിയത്തിൽ നിന്നല്ലാതെ മലയാളം മീഡിയത്തിൽ നിന്ന് പഠിച്ചു വന്ന ഇംഗ്ലീഷും ഗ്രാമറൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ള കുട്ടികളുണ്ടെങ്കിൽ, സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ അവർക്കും കൂടെ ഈസി ആയിട്ട് അത് ക്യാച്ച് ചെയ്യാൻ വേണ്ടി, അവർക്കത് മനസ്സിലാകാൻ വേണ്ടിയാണ് ഞാൻ ഇത്ര സിമ്പിളായിട്ട് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നത്. അപ്പോൾ ഇംഗ്ലീഷ് മീഡിയത്തിൽ നിന്ന് വന്നവരാണെങ്കിൽ നിങ്ങൾക്കിത് കേൾക്കുമ്പോൾ തോന്നും ഇതൊക്കെ ഞങ്ങൾക്ക് അറിയാം, ഞങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാവുന്നതാണ് എന്ന് തോന്നും. അപ്പോൾ ഞാൻ ഇംഗ്ലീഷ് മീഡിയത്തിൽ നിന്നല്ലാത്ത കുട്ടികളെ ഉദ്ദേശിച്ചാണ് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. അപ്പോൾ നമ്മുടെ ആർട്ടിക്കിൽ പോളാർ ബിയേഴ്സ് ഉണ്ട്, അതായത് ഹിമക്കരടികൾ എന്ന് നമ്മൾ മലയാളത്തിൽ പറയാറുണ്ട്. അപ്പോൾ പോളാർ ബിയേഴ്സ് ഉണ്ട്, അവരുടെ പ്രശ്നം എന്താണ്? പോളാർ ബിയേഴ്സ് ഇൻ ദ ആർട്ടിക് ആർ ഷെഡിങ് വെയ്റ്റ് ഡ്യൂറിങ് ദ ടൈം ദേ ഷുഡ് ബി ബീഫിങ് അപ്പ്. ബീഫിങ് അപ്പ് മീൻസ് അതായത് സ്റ്റഡി ഷോസ്. ബീഫിങ് അപ്പ് മീൻസ് അവർ വെയിറ്റ് ഗെയിൻ ചെയ്യേണ്ട സമയത്ത്, വെയിറ്റ് കൂടേണ്ട സമയത്ത് പോളാർ ബിയേഴ്സിൻ്റെ, ആർട്ടിക്കിലുള്ള പോളാർ ബിയേഴ്സിൻ്റെ വെയിറ്റ് കുറഞ്ഞുകൊണ്ടിരിക്കുവാണ്. ഷെഡിങ് വെയിറ്റ് ആണ്, അതായത് വെയിറ്റ് കുറഞ്ഞുകൊണ്ടിരിക്കുവാണ് കൂടേണ്ട സമയത്ത്. ഇറ്റ് ഈസ് ദ ക്ലൈമറ്റ് ചേഞ്ച് ഡയറ്റ് ആൻഡ് സയൻറ്റിസ്റ്റ് സേ ഇറ്റ് ഈസ് നോട്ട് ഗുഡ്. അത് അവരുടെ ക്ലൈമറ്റിൽ വരുന്ന ചേഞ്ച്, ആ ക്ലൈമറ്റിൽ ചേഞ്ച് കൊണ്ട് അവരുടെ ഡയറ്റിൽ പ്രോപ്പറായിട്ട് അവർക്ക് ഡയറ്റ് കൃത്യമായിട്ട് ചെയ്യാൻ പറ്റുന്നില്ല, ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അതെന്താണ് റീസൺ നമ്മൾ പുറകെ പാസേജ് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പോൾ സയൻറ്റിസ്റ്റ് എന്താ പറയുന്നത്? ഇത് ഒട്ടും നല്ലതല്ല. ദേ ബ്ലെയിം ഗ്ലോബൽ വാർമിംഗ് ഫോർ ദ dwindling ice cover on the Arctic Ocean that bears need for hunting seals each spring. അതായത് ഡ്വിൻഡ്ലിംഗ് എന്ന് പറഞ്ഞാൽ മീനിങ് ഡിക്രീസിങ്, അതായത് താഴ്ത്തിക്ക് കുറയുന്നു. അപ്പോൾ അവർ പറയുന്നത്, നമ്മുടെ സയൻറ്റിസ്റ്റ് എന്താ പറയുന്നത്? അവർ ഗ്ലോബൽ വാർമിങ്ങിനെയാണ് കുറ്റം പറയുന്നത്. കാരണം ഗ്ലോബൽ വാർമിംഗ് കൊണ്ട് എന്താ പറ്റുന്നത്? ആർട്ടിക് ഓഷനിൽ ഗ്ലോബൽ വാർമിംഗ് കൂടുമ്പോൾ നോർമലി എപ്പോഴും തണുപ്പ് ഉണ്ടാവുന്ന, അല്ലെങ്കിൽ നോർമലി എത്ര തണുപ്പ് ഉണ്ടാവുമായിരുന്നോ നേരത്തെ അത്രയും തണുപ്പ് ഇപ്പോൾ ഉണ്ടാവുന്നില്ല, അല്ലെങ്കിൽ അത്രയും ഡ്യൂറേഷനിൽ തണുപ്പ് കിട്ടുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ പോളാർ ബിയേഴ്സിന് കൃത്യമായിട്ട് സീൽസിനെ ഹണ്ട് ചെയ്യാൻ പറ്റുന്നില്ല. സീൽസ് നിങ്ങൾക്കറിയില്ലേ, മുഖമൊക്കെ കൂർത്തിട്ട് നമ്മുടെ വെള്ളത്തിൽ നടക്കുന്ന, കടലിലൊക്കെ നടക്കുന്ന ആ സീൽസിനെ ഹണ്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. കാരണം സീൽസ് അതിൻ്റെ പൊത്തിൽ, അതിൻ്റെ ഒരു ഗുഹ പൊത്ത് എന്നൊക്കെ പറയുന്നത് അതിൻ്റെ അകത്താണ് ഇരിക്കുന്നത്. അപ്പോൾ ഇടയ്ക്ക് മാത്രമേ ഇത് പുറത്തേക്ക് വരുള്ളൂ. ഇടയ്ക്ക് ബ്രീത്തിങ്ങിനോ എന്തിനെങ്കിലും വേണ്ടി ഇത് പുറത്തേക്ക് വരുമ്പോൾ, എയറിന് വേണ്ടിയൊക്കെ പുറത്തേക്ക് വരുമ്പോഴാണ് നമ്മുടെ പോളാർ ബിയേഴ്സ് ഇതിനെ അറ്റാക്ക് ചെയ്ത് പിടിക്കുന്നത്. അവർക്ക് ഫുഡ് അതായത് അവർക്ക് ഭക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇതിനെ പിടിക്കുന്നത്. അപ്പോൾ പക്ഷേ അധികം തണുപ്പ് ഇല്ലാത്തത് കൊണ്ട്, അല്ലെങ്കിൽ പഴയതുപോലെ അത്രയും തണുപ്പില്ലാത്തത് കൊണ്ട് തന്നെ ഈ സീൽസ് എപ്പോഴും പുറത്തേക്ക് വരുന്നില്ല. അപ്പോൾ പോളാർ ബിയേഴ്സിന് അതിനെ ഹണ്ട് ചെയ്യാനും സാധിക്കുന്നില്ല. ദ സയൻറ്റിസ്റ്റ് സ്പൈഡ് ഓൺ പോളാർ ബിയേഴ്സ് by equipping 9 female white giants with tracking collars and
had video cameras and the beer equivalent of a Fitbit during 3 decent springs. The bears were also weighed. അതായത് ഇവർ അതിൻ്റെ സയൻറ്റിസ്റ്റ് സ്റ്റഡിക്ക് വേണ്ടി 9 ഫീമെയിൽ പോളാർ ബിയേഴ്സിനെ സെലക്ട് ചെയ്തു. എന്നിട്ട് അതിൻ്റെ വെയിറ്റും ഒക്കെ എടുത്തു. ഇവർ അതിൻ്റെ മേത്ത് കുറച്ച് എക്യുപ്മെൻറ്റ്സ് ഒക്കെ വെച്ച് ക്യാമറയൊക്കെ ഫിറ്റ് ചെയ്തിട്ട് അതിൻ്റെ ആക്ടിവിറ്റീസൊക്കെ വാച്ച് ചെയ്തു. സ്പൈങ് മീൻസ് വാച്ച് ചെയ്യുക, അല്ലെങ്കിൽ ഇങ്ങനെ എന്താ നമ്മൾ ഒളിഞ്ഞു നോക്കുക, സ്പൈ വർക്ക് ചെയ്യുക എന്നൊക്കെ പറയില്ലേ. അപ്പോൾ അങ്ങനെ ഇവർ അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി ഇതെങ്ങനെയാണ് ഫുഡ് കഴിക്കുന്നത്, എങ്ങനെയാണ്, അല്ലെങ്കിൽ എപ്പോഴാണിത് നമ്മുടെ സീൽസിനെ പിടിക്കാൻ പോകുന്നത്, കഴിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ചെയ്യുന്നത്, ഇതിൻ്റെ ഇപ്പോഴത്തെ വെയിറ്റ് എത്രയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ നോക്കിക്കൊണ്ടിരുന്നു, വാച്ച് ചെയ്തുകൊണ്ടിരുന്നു. What the scientist found is that 5 of the bears lost weight. അവർ കണ്ട എന്താ 5 എണ്ണത്തിൻ്റെ വെയിറ്റ് കുറഞ്ഞു. ആൻഡ് 4 lost 1.3 to 2.5 kg per day. അതായത് മൊത്തം 9 എണ്ണത്തിൽ 5 എണ്ണത്തിൻ്റെ വെയിറ്റ് കുറയുന്നുണ്ട്, ബാക്കി 4 എണ്ണത്തിന് എന്താ 1.3 to 2.5 kg per day ആണ്. ഒരു ദിവസം അത്രയും വെയിറ്റ് വെച്ച് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ബാക്കി 4 എണ്ണത്തിന്. The average polar bear studied weighed about 175 kg. ഏകദേശം ഒരു പോളാർ ബിയറിന് 175 kg ആണ് വെയിറ്റ് വരുന്നത്. 1 bear lost 23 kg in just 9 days. 9 ഡേയ്സിനുള്ളിൽ ഒരെണ്ണത്തിൻ്റെ 23 കിലോയാണ് കുറഞ്ഞത്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ചാൽ മനസ്സിലാവും എത്ര ഡേഞ്ചറസ് ആണ് സിറ്റുവേഷൻസ്. 23 കിലോ കുറയുന്നു. അപ്പോൾ അങ്ങനെ കുറഞ്ഞു പോവുകയാണെങ്കിൽ അത് അന്യം നിന്ന് പോകും. കാരണം അതിന് ഫുഡ് കിട്ടുന്നില്ല മര്യാദയ്ക്ക്, അല്ലെങ്കിൽ ഫുഡ് കഴിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ വെയിറ്റ് കുറയുന്നു, അതിൻ്റെ ജീവന് ഭീഷണിയാവുന്നു. You are talking a pretty amazing amount of mass to lose, said US Geological Survey USGS wildlife biologist. അപ്പോൾ അതിനെപ്പറ്റി നമ്മളുടെ USGS സ്റ്റഡി ചെയ്യുന്നു, അല്ലെങ്കിൽ പല ആളുകൾ അതിൻ്റെ പല ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഒക്കെ സ്റ്റഡി ചെയ്യുന്നു. അത് എങ്ങനെയാണ്, അതിനി എന്ത് ചെയ്യും, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് പ്രശ്നങ്ങൾ വരുന്നതെന്നൊക്കെ സ്റ്റഡി ചെയ്യുന്നു. റിസർച്ചേഴ്സ് സ്റ്റഡീഡ് ദ ബിയേഴ്സ് ഫോർ 10 days in April. ഒരു ഏപ്രിൽ 10 ദിവസം സ്റ്റഡി ചെയ്തു, നോക്കി അവരതിൻ്റെ ആക്ടിവിറ്റീസൊക്കെ. വെൻ ദേ ആർ സപ്പോസ് ടു ബിഗിൻ പുട്ടിങ് ഓൺ വെയ്റ്റ്, സോ ദേ ക്യാൻ ലേറ്റർ ഹാവ് ക്യൂബ്സ്, ഫീഡ് ദം ആൻഡ് സർവൈവ് ത്രൂ ദ ഹാർഷ് വിൻ്റർ. അതായത് ഇവരെന്താ ചെയ്യേണ്ടത്, ആ സമയത്താണ് ഇവർ പുറത്ത് വന്ന് ഫുഡ് കഴിക്കേണ്ടതും അത് സ്റ്റോർ ചെയ്ത് വെക്കേണ്ടതും. ഇപ്പം കുട്ടികളെ ഉണ്ടാക്കാൻ, അല്ലെങ്കിൽ അതിന് ഫീഡ് ചെയ്യാൻ, അല്ലെങ്കിൽ ഇവർക്ക് സർവൈവ് ചെയ്യാൻ വിൻ്റർ സീസണിൽ ഇവർക്ക് സർവൈവ് ചെയ്യാനൊക്കെ വേണമെങ്കിൽ അതിനു മുമ്പ് ഇവർ ഫുഡ് എടുത്ത് സ്റ്റോർ ചെയ്ത് വെക്കണം. അപ്പോൾ ആ സമയത്ത് ഇവർക്ക് ഗ്ലോബൽ വാർമിംഗ് കാരണം പ്രോപ്പർലി തണുപ്പൊന്നും ലഭിക്കാത്തതുകൊണ്ട് ഇവർക്ക് പുറത്തിറങ്ങാനൊന്നും സാധിക്കുന്നില്ല. കാരണം എന്താണ്, ഇത് പുറത്ത് വന്ന് നമ്മുടെ സീൽസ് പുറത്ത് വന്നാലേ സീൽസിനെ അറ്റാക്ക് ചെയ്ത് ഇതിന് പിടിക്കാനോ കൊല്ലാനോ ഇതിന് ഫുഡ് കിട്ടുകയോ ചെയ്യുള്ളൂ. കാരണം സീൽസ് ആണല്ലോ ഇതുങ്ങൾ ഭക്ഷിക്കുന്നത്. അപ്പോൾ സീൽസിനെ ഇവർക്ക് ഭക്ഷിക്കാൻ കിട്ടാത്തതുകൊണ്ട് തന്നെ ഇവർക്ക് ഫുഡ് കിട്ടുന്നില്ല. സീൽസ് പുറത്ത് വരുന്നുമില്ല, തണുപ്പധികം ഇല്ലാത്തതുകൊണ്ട്. But because the ice is shrinking, the bears are having a harder time catching seal pups even during prime hunting time, Pagano said. അതായത് ഇവർ ഹണ്ട് ചെയ്യേണ്ട സമയത്ത് പോലും സീൽസ് പ്രോപ്പറായിട്ട് പുറത്ത് വരാത്തതുകൊണ്ട് ഇവർക്ക് ഹണ്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. അതുങ്ങളെ വേട്ടയാടാനോ അല്ലെങ്കിൽ ഫുഡ് കണ്ടെത്താനോ സാധിക്കുന്നില്ല. The US Fish and Wildlife Services list polar bears as a ത്രെട്ടൻഡ് സ്പീഷ്യസ്. നമ്മുടെ US ഫിഷ് ആൻഡ് വൈൽഡ് ലൈഫ് സർവീസസ് എന്താ പറയുന്നത്, പോളാർ ബിയേഴ്സ് എന്ന് പറഞ്ഞാൽ അവർ ഒരു ത്രെട്ടൻഡ് സ്പീഷ്യസ് ആണ്. അതായത് ഇങ്ങനെ പോയാൽ അവരധികം നാൾ ഉണ്ടാവില്ല, അവരുടെ വംശം അന്യം നിന്ന് പോകും എന്നൊക്കെ നമ്മൾ പറയില്ലേ, ആ ജീവികൾ ഭൂമിയിൽ ഇല്ലാതെയായി പോകും എന്നൊക്കെ പറയില്ലേ. അപ്പോൾ അങ്ങനെയുള്ള രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഇത്രയും വായിച്ചപ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം സിറ്റുവേഷൻ മനസ്സിലായില്ലേ, ഈ പാസേജ് എന്തിനെ പറ്റിയാണ് പറഞ്ഞേക്കുന്നത്, ഈ പാസേജിൻ്റെ കണ്ടന്റ് എന്താണ്, ഈ പാസേജിൽ എന്താ ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ നിങ്ങൾക്ക് നന്നായിട്ട് ക്ലിയർ ആയില്ലേ. പോളാർ ബിയേഴ്സ് ഹണ്ട് ഫ്രം ദ ഐസ്. ഐസിൽ വെച്ചിട്ടാണ് ഇവർ, അതായത് ഐസുള്ള സമയത്ത്, നല്ല തണുപ്പുള്ള സമയത്താണ് ഇത് ഹണ്ട് ചെയ്യുന്നത്. ദേ ഓഫൺ വെയിറ്റ് ഫോർ സീൽസ് ടു പോപ്പ് ഔട്ട് ഓഫ് ദ ഹോൾസ് ടു ഗെറ്റ് എയർ ആൻഡ് അറ്റ് അതർ ടൈംസ് ദേ സ്വിം ആഫ്റ്റർ സീൽസ്. അപ്പോൾ എയറിന് വേണ്ടിയിട്ട് നമ്മളുടെ സീൽസ് ഗുഹകളിൽ നിന്ന്, അല്ലെങ്കിൽ അതിൻ്റെ മാളത്തിൽ നിന്ന് പുറത്ത് വരുന്ന സമയത്താണ് ഇത്, ഐസുള്ള സമയത്ത് ഇത് പുറത്തേക്ക് വരും. അപ്പോൾ എയറിന് വേണ്ടി പുറത്ത് വരുന്ന സമയത്താണ് ഇത് അറ്റാക്ക് ചെയ്ത് അതിനെ, അല്ലെങ്കിൽ ഹണ്ട് ചെയ്ത് അതിനെ പിടിക്കുന്നത്. ബാക്കി ടൈമിലാണെങ്കിൽ എന്ത് പറ്റും, ദേ സ്വിം ആഫ്റ്റർ സീൽസ്. സീൽസ് സ്വിം ചെയ്യുമ്പോൾ, സീൽസ് നീന്തോ അങ്ങനെ കടലിൽ നീന്തിയൊക്കെ നടക്കുമ്പോൾ ഇത് അതിൻ്റെ പുറകെ പോകേണ്ടി വരും അതിനെ പിടിക്കണമെങ്കിൽ, അതിനെ ഹണ്ട് ചെയ്യണമെങ്കിൽ. ഇഫ് ദർ ഈസ് ലെസ് സീ ഐസ് ആൻഡ് ഇറ്റ് ഈസ് ബ്രോക്കൺ എപ്പാർട്ട്,
bears have to travel more often swimming and that has serious consequences. അതായത് ഐസ് കുറവാണ് അല്ലെങ്കിൽ ഐസ് സ്പ്ലിറ്റായി കിടക്കുകയാണ്. ഇപ്പോൾ ചൂട് കൂടുമ്പോൾ അല്ലെങ്കിൽ തണുപ്പ് കുറയുമ്പോൾ എന്താ പറ്റുന്നത്, ഒറ്റ ഐസ് കട്ടയായിട്ട് നിൽക്കാതെ അത് പല പല കഷ്ണങ്ങളായിട്ട് പോകും. അപ്പോൾ അങ്ങനെ സീയിൽ ഐസ് കുറവാണ് അല്ലെങ്കിൽ ഐസ് കട്ടയായിട്ട് കിടക്കുന്നില്ല, കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളായിട്ടൊക്കെ പൊടിഞ്ഞു പോവുകയാണെങ്കിൽ നമ്മുടെ സീൽസ് സ്വിം ചെയ്യുമ്പോൾ അതിൻ്റെ പുറകെ നമ്മുടെ പോളാർ ബിയേഴ്സിനും സ്വിം ചെയ്യേണ്ടി വരും. അതിനെ പിടിക്കാനായിട്ട് അറ്റാക്ക് ചെയ്യാൻ, അതിനെ ഹണ്ട് ചെയ്യാനായിട്ട് അതിൻ്റെ പുറകെ പോകേണ്ടി വരും. അത് വളരെ സീരിയസ് ആയ കോൺസിക്വൻസസ് ഉണ്ടാക്കുന്നു എന്നാണ് നമ്മൾ സയൻറ്റിസ്റ്റ് പറയുന്നത്. വളരെ സീരിയസ് ആയ പാർശ്വഫലങ്ങൾ ഉണ്ടാക്കുന്നു. സച്ചസ് മോർ എനർജി യൂസ്, ഹൈപ്പോതെർമിയ ആൻഡ് റിസ്ക് ഓഫ് ഡെത്ത്, സെഡ് യൂണിവേഴ്സിറ്റി ഓഫ് ആൽബർട്ട ബയോളജി. അപ്പോൾ അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ഇവർക്ക് എന്താ, ഇവരുടെ വെയിറ്റ് ലൂസ് ആവുന്നു, ഇവർ കൂടുതൽ വർക്ക് ചെയ്യേണ്ടി വരുന്നു കൂടുതൽ. അതുകൊണ്ട് ഇതിൻ്റെ ഹെൽത്തിന് റിസ്ക് ആണ്, ഇതിന് മരണം വരെ സംഭവിക്കാൻ ഇടയുണ്ട്. ഇറ്റ് വാസ് ഫൗണ്ട് ദാറ്റ് ഓൺ ദ ഐസ് ദ പോളാർ ബിയേഴ്സ് ബേൺ അപ് ടു 60% more energy than thought based on these first real life measurements done on the ice. അതായത് സാധാരണ നോർമലി ഇപ്പോൾ ഗ്ലോബൽ വാർമിംഗ് ഇല്ലാതെ, അല്ലാതെ പണ്ടത്തെ സമയത്ത് ഇവർ നോർമൽ രീതിയിൽ ഹണ്ട് ചെയ്ത് സീൽസിനെ ഭക്ഷിക്കുന്നതിനേക്കാളും അങ്ങനെ അല്ലാത്ത സമയത്ത് ഇവർക്ക് എന്ത് പറ്റും, ഇവരുടെ എനർജിയുടെ 60% കൂടുതൽ ഇവർക്ക് ബേൺ ചെയ്യേണ്ടി വരും. അതായത് എനർജിയുടെ 60% കൂടുതൽ ഇവർ യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. ഇത്രയേ ഉള്ളൂ നമ്മളുടെ പാരഗ്രാഫ്. നിങ്ങൾക്കിപ്പം പാരഗ്രാഫ് എന്തിനെ പറ്റിയാണെന്ന് നന്നായിട്ട് മനസ്സിലായി. ഇനി നിങ്ങൾക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാമല്ലോ പാസേജ്. നോക്കാം നമുക്ക്. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഗീവ് ദ പാസേജ് എ സ്യൂട്ടബിൾ ടൈറ്റിൽ. നമ്മുടെ പാസേജിന് നല്ലൊരു ടൈറ്റിൽ കൊടുക്കാൻ. ഫസ്റ്റ് വൺ, പോളാർ ബിയേഴ്സ് ഇൻ ഡേഞ്ചർ. പോളാർ ബിയേഴ്സ് ഡേഞ്ചറിലാണ്. അപ്പോൾ നമ്മൾ നോക്കുമ്പോഴത്തേക്കും അത് നമ്മളുടെ പാസേജിൽ വരുന്നുണ്ട്, അത് കറക്റ്റാണ്. ആർട്ടിക് ഐസ് മെൽറ്റിംഗ്, ആർട്ടിക്കിൽ ഐസ് മെൽറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു, അതിനെപ്പറ്റിയല്ലല്ലോ ഇതിൽ പറഞ്ഞിരിക്കുന്നത്. സീൽസ് നോ മോർ എപ്രേ, സീൽസ് ഒരു ഇരയല്ലാത്തത് എന്നുള്ള പ്രശ്നമുണ്ടോ? അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും നമ്മുടെ പോളാർ ബിയേഴ്സിനില്ല. ചേഞ്ച് ഇൻ ക്ലൈമറ്റിൽ ചേഞ്ച് വരുന്നു. അപ്പോൾ നമ്മുടെ സയൻറ്റിസ്റ്റ് എന്താ പറയുന്നത്, പോളാർ ബിയേഴ്സ് വളരെ ഡേഞ്ചറിലാണ്, അതുകൊണ്ട് നമ്മൾ അവരതിൻ്റെ സ്റ്റഡിയൊക്കെ ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ നമുക്ക് അതിൻ്റെ ആൻസർ കിട്ടി, എ ആണ് ആൻസർ. പിന്നെ സെക്കൻഡ് വൺ, ഗീവ് എ സ്യൂട്ടബിൾ ആൻറ്റോണിം ഫോർ ദ വേർഡ് ഡ്വിൻഡ്ലിംഗ് മീൻസ് ആസ് യൂസ്ഡ് ഇൻ ദ പാസേജ്. പാസേജിൽ ഡ്വിൻഡ്ലിംഗ് എന്ന് പറഞ്ഞ വേർഡ് യൂസ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ആൻറ്റോണിം മീൻസ് അതിൻ്റെ ഓപ്പോസിറ്റ് പറയാനായിട്ട്. അപ്പോൾ ഡ്വിൻഡ്ലിംഗ് എന്ന് പറഞ്ഞ വേർഡ് നമ്മൾ എവിടെയാണ് യൂസ് ചെയ്തത്, ഫസ്റ്റ് പാരഗ്രാഫിലായിരുന്നു. അതിൻ്റെ മീനിങ് എന്താണ്, ഐസ് ഉള്ളത് അല്ലെങ്കിൽ ഐസ് കട്ടയാവുന്നതോ ഐസ് കൂടുതൽ വീഴുന്നതെല്ലാം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഡ്വിൻഡ്ലിങ്ങിൻ്റെ മീനിങ് കുറയുക, റെഡ്യൂസ് ആവുക, കുറയുക, ഡിമിനിഷ് ചെയ്യുക എന്നൊക്കെയുള്ളതാണ് ഡ്വിൻഡ്ലിങ്ങിൻ്റെ മീനിങ്. അത് നമുക്ക് ആ സെൻറ്റൻസ് വായിച്ചപ്പോൾ ക്ലിയർ ആയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അതിൻ്റെ ഓപ്പോസിറ്റ് കവറപ്പ് ആണോ? അല്ല. റെഡ്യൂസ് ആണോ? അല്ല. റെഡ്യൂസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് ആയിട്ട് വരും. എമൗണ്ട് ആണോ? അല്ല. അപ്പോൾ അതിൻ്റെ ആൻസർ എന്താണ്? ഫ്ലറിഷ്. എ ഫ്ലറിഷ് ആണ് അതിൻ്റെ ആൻസർ. സോ ഈസി ആയിട്ട് ആൻസർ കിട്ടിയില്ലേ? നിങ്ങൾ ഈസി ആയിട്ട് ചെയ്യുന്നില്ലേ? ഇനി തേർഡ് വൺ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സെൻറ്റൻസസ് ഈസ് ട്രൂ അക്കോർഡിംഗ് ടു ദ പാസേജ്. പാസേജ് അനുസരിച്ച് താഴെ കൊടുത്തേക്കുന്നതിൽ ഏതാണ് ട്രൂ എന്ന്. സീൽസ് പോപ്പ് ഔട്ട് ഓഫ് ദ ഐസ് ഫോർ ഫൺ. ഐസിൽ നിന്ന് പുറത്തേക്ക് സീൽസ് വരുന്നത് ചുമ്മാ ഒരു രസത്തിനാണെന്ന് അല്ല. നമ്മളെന്താ പഠിച്ചത്, എയറിന് വേണ്ടിയാണ് പുറത്തേക്ക് വരുന്നത് സീൽസ്, അവരുടെ ഗുഹയിൽ നിന്നുള്ള മാളത്തിൽ നിന്ന്. ഡ്വിൻഡ്ലിംഗ് ഐസ് ഈസ് എ മേജർ കൺസേൺ ഫോർ ദ പോളാർ ബിയേഴ്സ്. പോളാർ ബിയേഴ്സിന് മേജർ കൺസേൺ ആയിട്ട് വരുന്നത് എന്താണ്? ഐസ് ഫോള് കുറയുന്നു, തണുപ്പ് കുറയുന്നു, അല്ലെങ്കിൽ ഐസ് ഫോള് കുറയുന്നു. അതാണ് ഒരു മേജർ കൺസേൺ ആയിട്ട് വരുന്നത്. നമ്മൾ തേർഡ് വൺ എന്താ, ഗ്ലോബൽ വാർമിംഗ് ഹാസ് നത്തിങ് ടു ഡു വിത്ത് ദ റിസീഡിങ് ഐസ് കവർ. ഗ്ലോബൽ വാർമിങ്ങിന് ഒന്നും ചെയ്യാനില്ല. ശരിക്കും അതാണോ? അല്ല. കാരണം ഗ്ലോബൽ വാർമിംഗ് ആണ് ഇതിനെല്ലാത്തിനും കാരണം എന്നാണ് നമ്മുടെ സയൻറ്റിസ്റ്റ് പറയുന്നത്. അപ്പോൾ ഇനി അടുത്തത് നോക്കണ്ടല്ലോ. ലെസ് ഐസ് മീൻസ് ഈസി ക്യാച്ച് ഓഫ് സീൽസ് ഫോർ ബിയേഴ്സ്. ലെസ് ഐസ് ഉണ്ടെങ്കിലാണോ സീൽസിനെ ഈസി ആയിട്ട് പിടിക്കാൻ പറ്റുന്നത്? അല്ല. ഐസ് കൂടുതലുണ്ടെങ്കിലാണ്. അപ്പോൾ ഇതും കറക്റ്റ് അല്ല. സോ നമുക്ക് കറക്റ്റ് ഓപ്ഷൻ കിട്ടി. നമ്മുടെ ഓപ്ഷൻ ഏതാണ്? ബി ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, പോളാർ ബിയേഴ്സ് ഹണ്ട് ഫോർ. പോളാർ ബിയേഴ്സ് എന്തിനു വേണ്ടിയാണ് ഹണ്ട് ചെയ്യുന്നതെന്ന്. നമ്മുടെ ഫസ്റ്റ് ആൻസർ സീൽസ് ആണ്. നമ്മൾ ഇതിൽ പഠിച്ചു സീൽസിന് വേണ്ടിയാണ് ഹണ്ട് ചെയ്യുന്നത്. സീൽസ് കറക്റ്റായിട്ട് തണുപ്പ് ഇല്ലാത്തത് കൊണ്ട് അല്ലെങ്കിൽ തണുപ്പ് കൂടുതലില്ലാത്തതുകൊണ്ട് ഗുഹയിൽ നിന്ന് അതിൻ്റെ മാളത്തിൽ നിന്ന് പുറത്തേക്ക് വരാത്തപ്പോൾ പോളാർ ബിയേഴ്സിനെ ഹണ്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെ നമ്മൾ പഠിച്ചതാണ്. അതർ ബിയേഴ്സിനെയാണോ ഹണ്ട് ചെയ്യുന്നത്? അല്ല. ഐസ് ഗ്ലേസിയേഴ്സിനെയാണോ? അല്ല. ഇതെല്ലാം തെറ്റാണ്. അപ്പോൾ നമ്മുടെ ആൻസർ എ ആണ്. നമ്മൾക്ക് ആൻസർ കിട്ടി. ഇനി ഫിഫ്ത്ത് വൺ വരുന്നത്, വാട്ട് ഈസ് ദ പ്രൈമറി എയിം ഓഫ് ദ സ്റ്റഡി ബൈ സയൻറ്റിസ്റ്റ് ഇൻ ദ പാസേജ്. പാസേജ് അനുസരിച്ച് സയൻറ്റിസ്റ്റ് സ്റ്റഡി ചെയ്തതിൻ്റെ മെയിൻ ഉദ്ദേശം എന്താണ്? എന്തിനു വേണ്ടിയാണ് അവർ സ്റ്റഡി ചെയ്തത്? പോളാർ ബിയേഴ്സ് ഹാവ് സ്റ്റോപ്ഡ് ഈറ്റിംഗ് സീൽസ്.
പോളാർ ബിയേഴ്സ് ഇപ്പോൾ സീൽസിനെ ഭക്ഷിക്കുന്നില്ല അതുകൊണ്ടാണ്. ആണോ? അല്ല. പോളാർ ബിയേഴ്സ് ആർ ലൂസിങ് വെയിറ്റ് ഇൻ എ സീസൺ വെൻ ദേ ഷുഡ് ബി ഗെയിനിങ് ഇറ്റ്. വെയിറ്റ് ഗെയിൻ ചെയ്യേണ്ട, വെയിറ്റ് കൂടേണ്ട സമയത്ത് പോളാർ ബിയേഴ്സിൻ്റെ വെയിറ്റ് കുറഞ്ഞുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ അതെന്താണെന്നൊക്കെ അറിയാനും അതിൻ്റെ റീസൺസ് ഒക്കെ അറിയാനല്ലേ സയൻറ്റിസ്റ്റ് സ്റ്റഡി ചെയ്തത്. സോ ഇത് നമ്മളുടെ കറക്റ്റ് ഓപ്ഷനാണ്. ഇനി തേർഡ് വൺ എന്താ? ദ ഡ്വെൻഡ്ലിംഗ് ഐസ് കവർ ഓൺ ദ ആർട്ടിക് ഓഷൻ. ആർട്ടിക് ഓഷനിൽ ഐസ് കുറയുന്ന എന്താണ്? അതല്ലല്ലോ അവർ പഠിച്ചത്. പോളാർ ബിയേഴ്സിനെ പറ്റി പഠിച്ചിട്ടില്ലേ അവർ? പോളാർ ബിയേഴ്സ് ഡേഞ്ചറിലാണ്, ഇങ്ങനെ പോവുകയാണെങ്കിൽ അത് അവരുടെ ജീവനെ അഫക്റ്റ് ചെയ്യും, അല്ലെങ്കിൽ അത് ഭൂമിയിൽ ഇല്ലാതെയായി പോകും എന്നൊക്കെ പറഞ്ഞത്. അപ്പോൾ നമ്മൾക്ക് കറക്റ്റ് ഓപ്ഷൻ കിട്ടി. എന്താണ്? ബി ആണ് നമ്മളുടെ കറക്റ്റ് ഓപ്ഷൻ. ഇപ്പോൾ 2 പാസേജും നിങ്ങൾക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റില്ലേ? ഇത്രയേ ഉള്ളൂ പാസേജ്. അത് ടെൻഷൻ അടിക്കേണ്ട ഒരു കാര്യമില്ല, സിമ്പിളായിട്ട് നമുക്ക് ആൻസർ ചെയ്യാവുന്നുള്ളൂ. സോ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ, അല്ലെങ്കിൽ വീഡിയോ ഇത്തിരി ലെങ്തി ആയി പോകും. ബാക്കി ടോപ്പിക്സ് നമുക്ക് അടുത്ത വീഡിയോയിൽ കവർ ചെയ്യാം. അപ്പോൾ ഈ 2 പാസേജ് നമ്മൾ സോൾവ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായി എങ്ങനെ പാസേജ് വായിക്കണം, അല്ലെങ്കിൽ എങ്ങനെ അണ്ടർസ്റ്റാൻഡ് ചെയ്തെടുക്കണം, എങ്ങനെ നമ്മൾ ആൻസർ ചെയ്യണമെന്ന് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഒരു പ്രാവശ്യം വായിക്കുക, അത് കഴിഞ്ഞ് രണ്ടാമത്തെ പ്രാവശ്യം ഒന്നും കൂടെ വായിക്കുക. ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് എന്ന് തോന്നുന്നത് നിങ്ങൾ മാർക്ക് ചെയ്യുക, അണ്ടർലൈൻ ചെയ്യുകയോ മാർക്ക് ചെയ്യുകയോ ചെയ്യുക. അത് കഴിഞ്ഞ് ക്വസ്റ്റ്യൻസ് വായിച്ച് നോക്കുക. അപ്പോൾ തന്നെ നിങ്ങൾക്ക് കുറച്ച് ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ കിട്ടും. ഇനി ഏതെങ്കിലും നിങ്ങൾക്ക് ഓപ്ഷൻസ് കൺഫ്യൂഷൻ വരുവാണ് എങ്കിൽ നിങ്ങൾ ഒന്നുകിൽ ആ പാസേജ് ഫുൾ വായിക്കേണ്ടതാണെങ്കിൽ പാസേജ് ഫുൾ വായിക്കുക. അതല്ല പാസേജിൻ്റെ ഏതെങ്കിലും ഒരു പാർട്ടിൽ മാത്രമുള്ളതാണെങ്കിൽ ആ പാർട്ട് വായിച്ച് നോക്കുക, എന്നിട്ട് കൃത്യമായിട്ട് ആൻസർ ടിക്ക് ചെയ്യുക. ഇത്രയേ ഉള്ളൂ നമ്മളുടെ ഇന്നത്തെ വീഡിയോയിൽ. സോ താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ ആൻഡ് all the very best to you.